സുജയ പാർവതി, ശശി തരൂർ നെഹ്റു പാരമ്പര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരാളാണ്, വിമർശിച്ചും എഴുതിയിട്ടുണ്ട്. തൻ വിശ്വാസിയാണ് എന്ന് ശശി തരൂർ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന് മുൻപും അദ്ദേഹം വിവിധ ക്ഷേത്രങ്ങളിൽ അതിനുശേഷവും ഒക്കെ തുലാഭാരം നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഭക്തനായി തന്നെയാണ് അറിയപ്പെടുന്നത്, സ്വയം അടയാളപ്പെടുത്തുന്നതും അങ്ങനെയാണ്. ഇന്ന് അദ്ദേഹം വിശദീകരിക്കുന്നതും അങ്ങനെയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ BJPക്ക് വിട്ടുകൊടുക്കുന്നത് എന്തിനാണ്? അദ്ദേഹം ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വരാൻ പോകുന്ന ദിവസങ്ങൾ ഈ അയോധ്യ വിഷയം തിളയ്ക്കാൻ പോവുകയാണ്. ശശി തരൂർ അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണ് എന്ന് ഇന്നലെ 4:50 എക്സിലെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എക്സിൽ രാംലല്ല മിഴി തുറന്ന ചിത്രമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വൈകിട്ട് 4:50 സിയാവർ രാമചന്ദ്ര കി ജയ് എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ. ആ ക്യാപ്ഷനും ആ പോസ്റ്റ് ചെയ്ത സമയവും പോസ്റ്റ് ചെയ്ത ചിത്രവും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലുള്ള ക്ഷണം സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ആധിർ രഞ്ജൻ ചൗധരിയും നിരസിച്ചത് ഇത് RSSന്റെയും BJPയുടെയും പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ നിരസിച്ച ഒരു ചടങ്ങിലേക്ക് കേരളത്തിൽ നിന്നുള്ള MP, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ AICC പ്രവർത്തക സമിതി അംഗമായ ഡോക്ടർ ശശി തരൂർ അതേ രാംലല്ലയുടെ ചിത്രം പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശമായി കൂടി മാറുകയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലുള്ള ഒരു മണ്ഡലത്തിൽ വിശ്വാസികളുടെ വോട്ട് എന്ന് പറയുന്നത് തനിക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നത് തൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റായി ശശി തരൂർ ഇവിടെ അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ. പിന്നെ ശശി തരൂർ തന്നെ ഇക്കാര്യത്തിൽ ഇന്ന് വിശദീകരണം നൽകിയിട്ടുണ്ട്. സെക്യുലറിസം എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് റിലിജിയൻ അല്ല, അത് പ്ലൂറലിസമാണ്. എല്ലാവർക്കും അവരവരുടെ വിശ്വാസം അത് ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ ഇന്ന് ശശി തരൂർ താൻ എന്തുകൊണ്ടാണ് ആ ചിത്രം പോസ്റ്റ് ചെയ്തത് എന്നതിന് വിശദീകരണമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ശശി തരൂർ ചോദിക്കുന്നത് ഐ ഡു നോട്ട് സീ വൈ ഐ ഹാവ് ടു ഗിവ് അപ്പ് ടു ദ BJP എ ഗോഡ് ഐ ബിലീവ് ഇൻ. ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ എന്തിനും BJPക്ക് വിട്ടുകൊടുക്കണം. രാമൻ BJPയുടെ ദൈവമാണ് എന്ന് BJP എവിടെയെങ്കിലും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. ഒരുപക്ഷെ ശശി തരൂർ മനസ്സിലാക്കിയത് അങ്ങനെയായിരിക്കാം. എന്തായാലും ശശി തരൂരിന് ശ്രീരാമനിൽ വിശ്വാസമുണ്ട്, ശ്രീരാമൻ എൻ്റെ ദൈവമാണ് എന്ന് ശശി തരൂർ തന്നെ ഇന്നത്തെ വിശദീകരണത്തിലൂടെ അടയാളപ്പെടുത്തുന്നു. മാത്രമല്ല രാംലല്ല, അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ ആ വിഗ്രഹത്തിന്റെ ചിത്രം പോസ്റ്റ് ചെയ്യുന്നതിലൂടെ രാംലല്ലയിലും താൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയോധ്യയിലെ രാമനും തൻ്റെ രാമനാണ് എന്ന് രാഷ്ട്രീയമായി അടയാളപ്പെടുത്തുകയാണ് ശശി തരൂർ. കോൺഗ്രസിനോടുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. എന്തുകൊണ്ട് കോൺഗ്രസ് രാമനെ BJPക്ക് വിട്ടുകൊടുക്കണം? അതൊരു രാഷ്ട്രീയ ചോദ്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ. കാരണം രാമനാണ് ഈ തെരഞ്ഞെടുപ്പിലെ, അല്ലെങ്കിൽ അയോധ്യയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം എന്നുള്ളത് ശശി തരൂർ നല്ല രീതിയിൽ തന്നെ തിരിച്ചറിയുന്നുണ്ട് എന്നത് വേണം ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. നമ്മുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിലെ ചോദ്യമാണല്ലോ അയോധ്യ തിളയ്ക്കുമോ എന്നുള്ളത്. വൈ നോട്ട്? അയോധ്യ തിളയ്ക്കുമെന്നുള്ളത് നേരത്തെ തന്നെ ഉറപ്പായ വിഷയം തന്നെയാണ്. കാരണം രാംലല്ലയുടെ പേര് അത് ഇന്നു മുതൽ അറിയപ്പെടുക ബാലഗ്രാം എന്നാണ്. അപ്പോൾ ബാലഗ്രാം എന്ന ഒരു ക്യാച്ച് വേർഡ് വരുന്ന രീതിയിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള പൊളിറ്റിക്കൽ ക്യാമ്പയിൻ തന്നെ BJP രൂപപ്പെടുത്താൻ പോവുക എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രധാനമന്ത്രി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അയച്ച ഒരു കത്ത് കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതുണ്ട്. അത് എത്രത്തോളം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പോകുന്ന ഒരു പ്രോജക്റ്റാണ് അയോധ്യ എന്ന് മനസ്സിലാക്കാൻ ആ കത്തിൻ്റെ ഉള്ളടക്കം സഹായിക്കും. ഇന്ന് അയച്ചിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഐ ഹാവ് റിട്ടേൺ വിത്ത് അയോധ്യ ഇൻഗ്രെയിൻഡ് ഇൻ മൈ ഹാർട്ട്. ഇറ്റ്സ് ആൻ അയോധ്യ ദാറ്റ് ഈസ് ഇൻസെപ്പറബിൾ ഫ്രം മീ. അങ്ങനെയാണ്, തന്നിൽ നിന്ന് പിരിക്കാനാവാത്ത ഒന്നാണ് അയോധ്യ എന്ന് പറഞ്ഞുകൊണ്ട് അയോധ്യ ഏറ്റെടുക്കുകയാണ് പ്രധാനമന്ത്രി. അതുപോലെ തന്നെ BJPയുടെ ഒരു ക്യാച്ച് വേർഡ് എടുത്ത് രാമനുമായി ചേർത്ത് വെക്കുകയാണ്. നരേന്ദ്രമോദിയുടെ കത്തിലെ വാചകം ഇങ്ങനെയാണ്: ശ്രീറാം ഹു ഹാസ് ഇൻസ്പയർഡ് മീ ടു അഡോപ്റ്റ് സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് ഓർ സബ്കാ പ്രയാസ്. ഇതെന്നെ ഏറ്റെടുപ്പിച്ചത് ശ്രീരാമനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോൾ ക്യാമ്പയിനെ ശ്രീരാമനുമായി ചേർത്ത് വെക്കുന്ന ഒരു നരേന്ദ്രമോദിയെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമാണ്. ഇന്ന് ഗുജറാത്തിൽ സംഭവിച്ച ഒരു കാര്യം കൂടി പറയാം. ഇന്ന് ഗുജറാത്തിലെ ആകെ 26 ലോക്സഭാ മണ്ഡലങ്ങളാണല്ലോ ഉള്ളത്. 26 ലോക്സഭാ മണ്ഡലങ്ങളുടെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമായിരുന്നു ഇന്നലെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ, ഇന്ന് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം. അവിടെ 2001 നരേന്ദ്രമോദിക്ക് മത്സരിക്കാനായി രാജ്കോട്ട് നിയമസഭാ സീറ്റ് വിട്ടുകൊടുത്ത കർണാടകയിലെ മുൻ ഗവർണർ കൂടിയായ വാജുഭായ് വാല പറഞ്ഞത് BJP ഈ തെരഞ്ഞെടുപ്പിൽ 373 സീറ്റ് നേടാൻ പോവുകയാണ്, അതിനുള്ള പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് തുടങ്ങിയിരിക്കുന്നത് എന്ന വാചകം BJPയുടെ തന്നെ ഒരു നേതാവിൽ നിന്ന് നമ്മൾ വരികയാണ്. അപ്പോൾ അതിൽ പിന്നീട് അതിശയോക്തിയുടെ ഒന്നും കാര്യമില്ല എന്ന് തോന്നുന്നു. ഗുജറാത്തിന്റെ തന്നെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി പറഞ്ഞത് ഇന്ന് അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ് ഇങ്ങനെയാണ്: രാമരാജ്യം ഇന്നലെ തുടങ്ങിയിരിക്കുന്നു, ഇനി വരുന്ന ദിവസങ്ങളിൽ അത് രാമരാജ്യം നരേന്ദ്രമോദിക്ക് കീഴിൽ രാജ്യം മുഴുവൻ വ്യാപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി അയോധ്യയെ ഏറ്റെടുക്കുന്ന ഒരു BJP അവിടെ കാണാം. അതേ സ്ഥലത്താണ് ശശി തരൂരിന്റെ വാചകങ്ങൾ നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. രാമൻ എന്ന് പറയുന്നത് BJPയുടേതല്ല,
രാമനെ BJP-ക്ക് അങ്ങനെ വിട്ടുകൊടുക്കേണ്ടതില്ല എന്നത് കോൺഗ്രസിനുള്ള കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. BJP കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമൃതകാലത്തെക്കുറിച്ചാണ്. അപ്പോൾ അമൃത് കാലം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ടൈം അതാക്കിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP മുന്നോട്ട് വെക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ നമ്മൾ രാഷ്ട്രീയമായി നിരീക്ഷിച്ചാൽ അത് ഒരു സ്പിരിച്വൽ ഓവർടോൺ ഇന്നലത്തെ ചടങ്ങിന് പൂർണ്ണമായും ഉണ്ട് എന്നത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഞാൻ അതിൽ കാണുന്നത് ഒരു പൊളിറ്റിക്കൽ അച്ചീവ്മെന്റ് എന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. കാലം അതിനെ ഒരു സ്ലേവറി അല്ലെങ്കിൽ ഒരു അടിമകളായിരുന്ന കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പാർട്ടി ഇനിയുള്ള കാലമാണ് അമൃതകാലം എന്ന് പറയുന്നത്. അത് അയോധ്യയെ ഒരു പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ 96-ൽ വാജ്പേയി പറഞ്ഞത് എന്താണോ അതവർ നടപ്പാക്കുന്നു. അത് അവരുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ്. അത് കോൺഗ്രസ് തിരിച്ചറിയണമെന്ന ഉപദേശമാണ് ഡോക്ടർ ശശി തരൂർ കോൺഗ്രസിന് ഇന്ന് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് അദ്ദേഹം വെറുതെ ഇട്ടതല്ല, പർപ്പസ്ഫുള്ളി ഇട്ട പോസ്റ്റ് തന്നെയാണ്. Meet the editors.